ഇന്ത്യയെ തകർക്കാനുള്ള പാശ്ചാത്യ ശക്തികളുടെ ശ്രമത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇപ്പോഴും അത് അവർ തുടരുന്നുണ്ട്. മതം മാറ്റം നടത്തിയും ഇന്ത്യക്കാരെ ബ്രെയിൻ വാഷ് ചെയ്തും തമ്മിലടുപ്പിച്ചും പലതരത്തിലുള്ള വർഗീയ വേർതിരിവുകൾ ഉണ്ടാക്കിയും ജാതി വേർതിരിവുകൾ ഉണ്ടാക്കിയും മതപരമായ അതിർത്തികൾ സൃഷ്ടിച്ചുകൊണ്ടും ഇന്ത്യക്കാരെ തമ്മിലടുപ്പിക്കുക എന്ന് പറയുന്നത് യൂറോപ്യൻസിന്റെ ഏറ്റവും വലിയ അജണ്ടകളിൽ ഒന്നാണ്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത എല്ലാവരും കേട്ട് കാണും. ഒരു ഓസ്ട്രിയൻ നാറ്റോ ആക്ടിവിസ്റ്റ് ഇന്ത്യയെ പല കഷ്ണങ്ങളായി വെട്ടിമുറിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് ഇന്ത്യക്കെതിരെ സംസാരിക്കുകയും പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തത്. അതായത് അവരുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യ ഐക്യത്തോടെ നിൽക്കുന്നത് അവർക്കൊക്കെ ഒരു ഭീഷണിയാണ്. അപ്പൊ അവരാഗ്രഹിക്കുന്നത് ഭാഷയുടെ പേര് പറഞ്ഞും മതത്തിന്റെ പേര് പറഞ്ഞും ജാതി പറഞ്ഞും അല്ലെങ്കിൽ സൗത്ത് നോർത്ത് വെസ്റ്റ് എന്നൊക്കെയുള്ള പ്രാദേശികവാദം പറഞ്ഞും ഇന്ത്യയെ കീറി മുറിക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ അജണ്ട എന്ന് പറയുന്നത്. ദ്രാവിഡരെന്നും അല്ലെങ്കിൽ ആര്യന്മാരെന്നും ഒക്കെ പറഞ്ഞ് പല രൂപത്തിൽ ഇന്ത്യക്കാരെ വേർതിരിക്കുക. തമിഴ് രാഷ്ട്രീയമൊക്കെ ഉയർന്നു വരുന്നതിന്റെ പശ്ചാത്തലം നമ്മൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇന്ത്യയുടെ ശക്തി എന്താണ്? നമ്മുടെ ശക്തി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഐക്യമാണ്. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് 145 കോടി ജനങ്ങൾ ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ്. അപ്പൊ നമ്മളെ തകർക്കാനുള്ള എളുപ്പ മാർഗം എന്താണ്? നമ്മളെ ഭിന്നിപ്പിക്കുക. എന്താണോ നമ്മുടെ ശക്തി, ആ ശക്തിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണല്ലോ ശത്രുവിന്റെ പ്രധാന ലക്ഷ്യം. നമ്മുടെ ശക്തി നമ്മുടെ ഐക്യവും നമ്മുടെ പോപ്പുലേഷനും രാജ്യത്തിന്റെ വലിപ്പവും നമ്മുടെ പാരമ്പര്യവും നമ്മുടെ ചരിത്രവും നമ്മുടെ സംസ്കാരവും ഒക്കെ ആണെങ്കിൽ ഇതിനെയൊക്കെ ഇല്ലാതാക്കിയാൽ മതി. അപ്പോൾ ആദ്യം ഇല്ലാതാക്കേണ്ടത് എന്താണ്? ഇന്ത്യക്കാരുടെ ഐക്യമാണ്. ഓസ്ട്രിയക്കാരനായിട്ടുള്ള ഗന്തർ ഫെങ്ലിംഗർ ജാൻ എന്ന് പറയുന്ന ഒരാള്. ഈ ഫെങ്ലിംഗർ എന്ന് പറയുന്നത് ഒരു എക്കണോമിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇയാള് നാറ്റോ ആക്ടിവിസ്റ്റ് എന്ന് വിളിക്കാവുന്ന ഒരാൾ കൂടിയാണ്. സോ ഇയാള് അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ചിത്രം, അതിനോടൊപ്പം കുറിച്ച ചില വാചകങ്ങൾ, അതിനകത്ത് അയാൾ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയെ പല കഷ്ണങ്ങളായിട്ട് പല 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 രാജ്യങ്ങളായിട്ട് മാറ്റിയിരിക്കുന്ന ഒരു ചിത്രമാണ് അയാൾ പങ്കുവച്ചത്. അതിനകത്ത് അയാൾ എഴുതി വെച്ചത് ഐ കോൾ ടു ഡിസ്മാൻഡിൽ ഇന്ത്യ ഇൻറ്റു എക്സ് ഇന്ത്യ എന്നാണ് അയാൾ എഴുതി വെച്ചത്. എന്നിട്ടാണ് ഇന്ത്യയെ പല പല കഷ്ണങ്ങളായിട്ട് അയാൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതിനകത്ത്. എന്നിട്ട് നരേന്ദ്രമോദിയെ ടാഗ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നരേന്ദ്രമോദി ഈസ് റഷ്യാസ് മാൻ, വി നീഡ് ഫ്രണ്ട്സ് ഓഫ് ഫ്രീഡം ഫോർ ഖാലിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ എഴുതിയിട്ടുണ്ട്. അതായത് ഖാലിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഖാലിസ്ഥാന്റെ ഒരു രാജ്യം എന്ന് പറഞ്ഞ് കുറെ പ്രദേശങ്ങൾ, ഇന്ത്യയുടെ കുറെ പ്രദേശങ്ങൾ, അങ്ങനെ പല 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 രാജ്യങ്ങളായിട്ടാണ് ഇന്ത്യ അയാൾ അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഭരണം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന പല പല നാട്ടുരാജ്യങ്ങളും അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞു കുറെ രാജ്യങ്ങളും ഒക്കെ ആയിട്ട് അടയാളപ്പെടുത്തിയിട്ട് അയാളെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഖാലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമൊന്നും ഇന്ത്യയിൽ ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. പക്ഷെ അയാൾ കുറെ ഇങ്ങനെ ഇന്ത്യയെ വെട്ടിമുറിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അജണ്ട ആ രൂപത്തിലാണ് അയാൾ ഇന്ത്യയുടെ മാപ്പിനെ അവിടെ അവതരിപ്പിച്ചിരുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരിവിടെ പറയാൻ ശ്രമിക്കുന്നത് ഇന്നത്തെ ഇന്ത്യ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ഇത് കുറെ ഇന്ത്യക്കാരും പറയാറുണ്ട് കേട്ടോ, ഈ ഇന്ത്യ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണെന്ന്. ഇവരൊന്നും മൗര്യ സാമ്രാജ്യത്തെ കുറിച്ചൊന്നും കേട്ടിട്ട് പോലുമില്ല. ഒന്നാമത് ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം, ഒരുപാട് കാലത്തെ ഇന്ത്യയുടെ ചരിത്രം നമുക്കിപ്പോഴും അറിയില്ല. ഒരുപാട് രേഖകൾ പല കാലങ്ങളിലായിട്ട് ഇന്ത്യയിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വിദേശ അധിനിവേശം, ഏതാണ്ട് ഒരു 10-ാം നൂറ്റാണ്ട് മുതൽ തന്നെ വലിയ തോതിലുള്ള അധിനിവേശം പല ഭാഗങ്ങളിലും നോർത്തിലും മറ്റുമൊക്കെ ആയിട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. സോ ഇന്ത്യയുടെ ഒരു ചരിത്രം കൃത്യമായിട്ട് എവിടെയും നമുക്കിന്ന് കണ്ടെത്താൻ കഴിയില്ല. ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ച കുറെ ചരിത്രമൊക്കെയാണ് പലതും നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിനാൽ തന്നെ ഇന്ത്യ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണെന്നുള്ള ഒരു വലിയ ഒരു വ്യാജ പ്രചാരണം ഈ ഇന്ത്യക്കകത്ത് തന്നെ നടക്കുന്നുണ്ട്. ഇന്ത്യ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരായിരുന്നുവെങ്കിൽ ഇന്ത്യയെ അന്വേഷിച്ച് എന്തിനാണ് യൂറോപ്യൻസ് അലഞ്ഞ് ലോകം മൊത്തം ചുറ്റിയതെന്ന് ആരും അന്വേഷിക്കാറില്ല, അങ്ങോട്ട് ചോദിക്കാറുമില്ല. ഇന്ത്യയെ തേടി നടന്നിട്ടാണ് ഇവർ അമേരിക്ക കണ്ടുപിടിക്കുന്നത്. അതായത് അമേരിക്ക അവർ കണ്ടുപിടിക്കുമ്പോഴും അവിടെ ഉണ്ടായിരുന്നു. യൂറോപ്യൻസ് അമേരിക്ക എന്ന് പറയുന്ന ഒരു പ്രദേശം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് ഇന്ത്യയെ തേടി നടന്നാണ്. ഇന്ത്യയെ തേടി നടന്നാണ് അവർ പല ദ്വീപുകളും രാജ്യങ്ങളും ഒക്കെ അവർ കണ്ടെത്തുന്നത്. ഇന്ത്യ എന്നിവർ അന്വേഷിക്കാൻ കാരണം എന്തായിരുന്നു? വളരെ വികാസം പ്രാപിച്ച സമ്പന്നമായ ഒരു പ്രദേശം എവിടെയോ ഉണ്ട് ലോകത്ത്. ആ പ്രദേശം തേടി, നമ്മൾ ഈ ശംഭാലയൊക്കെ തേടി ഇന്ന് നടക്കുന്ന പോലെ ഒരു കാലത്ത് ഇന്ത്യ തേടി നടന്നവരാണ് ഈ യൂറോപ്യൻസ്. അപ്പോൾ ഇവർ ഇന്ത്യയിലേക്ക് വരുമ്പോ ഇന്ത്യ വളരെ സമ്പന്നമാണ്. ശരിയാണ്, ഒരുപാട് നാട്ടുരാജ്യങ്ങളായിട്ടാണ് ഇന്ത്യ ഉണ്ടായിരുന്നത്. പലപ്പോഴും പല നാട്ടുരാജ്യങ്ങളും തമ്മിൽ യുദ്ധങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയെ ഒന്നിപ്പിച്ചിരുന്നത് ഇവിടെ രൂപം കൊണ്ട സംസ്കാരമായിരുന്നു. ഒരു കോമൺ കൾച്ചറിന്റെ ബലത്തിലാണ് ഈ ഒരു ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് നിലനിന്നിരുന്നത്. പക്ഷേ നമുക്കറിയാവുന്ന പോലെ സെൻട്രൽ ഏഷ്യയിൽ നിന്നും മറ്റു പലയിടങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് അധിനിവേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക് റൂളേഴ്സ് ഇന്ത്യയിലേക്ക് വരുന്നു. അവർ ഇന്ത്യയുടെ പല പ്രദേശങ്ങളും പിടിച്ചെടുക്കുന്നു.
പിന്നീട് ഇന്ത്യയിൽ തന്നെ പല ഇസ്ലാമിക ഭരണകൂടങ്ങളും ഉണ്ടാവുന്നുണ്ട്. മുഗൾ സാമ്രാജ്യമൊക്കെ വളർന്നു വരുന്നു. ഇതിനെതിരെ മറാഠ സാമ്രാജ്യം പോലുള്ള സാമ്രാജ്യങ്ങൾ വളർന്നു വരുന്നു. പരസ്പര യുദ്ധങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ സംസ്കാരങ്ങൾ തമ്മിൽ ഇന്ത്യയിൽ യുദ്ധങ്ങൾ നടക്കുമ്പോൾ അത് മുതലെടുത്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വേരൂന്നുന്നത്. പക്ഷേ ശരിയാണ്, ഇവർ വരുന്ന സമയത്ത് ഇന്ത്യ പല പല നാട്ടുരാജ്യങ്ങളായിരുന്നു. പക്ഷെ എല്ലാ കാലവും ഇന്ത്യ അങ്ങനെ ആയിരുന്നില്ല. ഇന്ത്യയുടെ ചരിത്രം നമ്മൾ എടുക്കുമ്പോൾ ഒരു 2000 വർഷം മുമ്പത്തെ ചരിത്രത്തിലേക്ക് പോയാൽ പോലും മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിൽ ഇന്ത്യ മാത്രമല്ല, ഏഷ്യയുടെ ഒരു വലിയ പ്രദേശങ്ങൾ മൗര്യ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു. അതിൽ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ കേരളം ഉൾപ്പെടുന്ന പ്രദേശം ചോളന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നു. മൗര്യന്മാരുടെ മേധാവിത്വത്തെ ചോളന്മാർ അംഗീകരിച്ചതുകൊണ്ടും മൗര്യ സാമ്രാജ്യവുമായിട്ട് അടുത്ത ബന്ധം നിലനിർത്തിയിരുന്നത് കൊണ്ടും മൗര്യ സാമ്രാജ്യത്തിനൊപ്പം തന്നെ ചോള സാമ്രാജ്യവും നിലനിന്നിരുന്നു എന്ന് മാത്രം. അശോകന്റെ കാലഘട്ടത്തില് ചോള രാജ്യത്തെക്കുറിച്ചും പാണ്ഡ്യന്മാരെക്കുറിച്ചും അതുപോലെ തന്നെ ചേരന്മാരെക്കുറിച്ചും ഒക്കെ പരാമർശമുണ്ട്. ഈ 9-ാം നൂറ്റാണ്ടിനും 13-ാം നൂറ്റാണ്ടിനും ഇടയിൽ ശക്തമായി മാറിയ ചോള സാമ്രാജ്യമായിരുന്നില്ല അശോകൻ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ചോള സാമ്രാജ്യം. അത് ഒരു ചെറിയ രാജ്യമായിരുന്നു. അശോകന്റെ മേധാവിത്വത്തെ അംഗീകരിച്ച് ചോളന്മാരും പാണ്ഡ്യന്മാരും ചേരന്മാരും ഒക്കെ അക്കാലത്ത് കോ എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്നത് ചരിത്രപരമായ ഒരു വസ്തുതയാണ്. അതായത് ഇന്ത്യയെ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരല്ല എന്നത് നമുക്കിതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഏതാണ്ട് BCE 3-ാം നൂറ്റാണ്ടിൽ, ക്രിസ്തുവിനും ഏതാണ്ട് 300 വർഷം മുമ്പാണ് മൗര്യ സാമ്രാജ്യം നിലനിന്നിരുന്നതെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ രൂപം കൊണ്ടതെന്ന് നമുക്കറിയാം. സോ ആ കാലത്ത് തന്നെ വിശാലമായ ഇന്ത്യ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, മെഗസ്തനീസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് യാത്രികനും ഭൂമിശാസ്ത്രജ്ഞനും ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഏഷ്യ മൈനറിൽ ജനിച്ച ആളാണ്. സെലൂക്കസ് നിക്കറ്റോർ ഗ്രീക്ക് ചക്രവർത്തിയായിരുന്ന കാലഘട്ടത്തില് അന്ന് മൗര്യ സാമ്രാജ്യത്തിന്റെ മേധാവിത്വം ഗ്രീക്ക് ചക്രവർത്തിയായിരുന്ന സെലൂക്കസ് അംഗീകരിച്ചിരുന്നു. മൗര്യന്മാരുമായിട്ട് വിവാഹബന്ധം വരെ അവർക്കുണ്ടായിരുന്നു. കാരണം മൗര്യ സാമ്രാജ്യത്തെ അത്രത്തോളം അവർക്ക് ഭയമായിരുന്നു. ഈ മൗര്യ സാമ്രാജ്യത്തിലേക്ക് അദ്ദേഹം ഒരു അംബാസഡറെ അയച്ചു, ഈ സെലൂക്കസ്. ആ അംബാസിഡർ ആണ് മെഗസ്തനീസ് എന്ന് പറയുന്നത്. ചന്ദ്രഗുപ്ത മൗര്യന്റെ തലസ്ഥാനമായ പാടലീപുത്രത്തിൽ ഇദ്ദേഹം എത്തുകയും ഏറെക്കാലം അദ്ദേഹം ഇന്ത്യയിൽ ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക എന്നാണ് മെഗസ്തനീസ് എഴുതിയ ആ ഗ്രന്ഥത്തിന്റെ പേര്. നമ്മുടെ കേരളത്തെക്കുറിച്ച് സൂചന നൽകുന്ന ആദ്യത്തെ വിദേശ സഞ്ചാരി കൂടിയായിരുന്നു അദ്ദേഹം. അതായത് ഭാരതത്തിലുടനീളം കാൽനടയായി സഞ്ചരിച്ച് ഇവിടെ കണ്ട കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ടായി. അന്ന് അദ്ദേഹം എഴുതിയിരുന്നത് ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും മഹത്തായതും ഏറ്റവും വലുപ്പമേറിയതുമായ സാമ്രാജ്യമായിരുന്നു മൗര്യ സാമ്രാജ്യം എന്നാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ കണക്കനുസരിച്ച് അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ ഇന്ത്യക്കയിൽ പറയുന്ന കണക്കുകൾ എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് മൗര്യ സാമ്രാജ്യത്തിൻ്റെത് എന്ന് കരുതുന്ന ഭൂവിസ്തൃതി ഉണ്ടല്ലോ, അതിന്റെ 3 മടങ്ങ് വലിപ്പം മൗര്യ സാമ്രാജ്യത്തിനുണ്ടായിരുന്നു എന്ന് കണക്കാക്കേണ്ടി വരും. ഏതാണ്ട് അങ്ങ് നമ്മുടെ ഇന്നത്തെ തുർക്കിയുടെ അടുത്തോളം നീണ്ടുകിടക്കുന്ന അത്രയും പ്രദേശങ്ങളിൽ മൗര്യ സാമ്രാജ്യത്തിന് സ്വാധീനമുണ്ടായിരുന്നു എന്നാണ് ഇന്ത്യക്ക എന്ന ഗ്രന്ഥത്തിൽ മെഗസ്തനീസിന്റെ ആ കണക്കുകൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ പിൽക്കാലത്ത് പലരും പറഞ്ഞത് മെഗസ്തനീസിന് ചിലപ്പോൾ തെറ്റുപറ്റിയതായിരിക്കാം കണക്ക് കൂട്ടലിൽ എന്നാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് വളരെ മഹത്തായ ഒരു സാമ്രാജ്യവും ഏറ്റവും വലുതുമായിരുന്നു എന്ന്. അപ്പൊ ഇന്ത്യയെ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരല്ല, ബ്രിട്ടൻ ഉണ്ടാവുന്നതിന് മുമ്പ് ഇന്ത്യ ഉണ്ട്, അതും വളരെ വിശാലമായ ഒരു സാമ്രാജ്യമായിട്ട് തന്നെ. അപ്പൊ ഇന്ത്യയെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയെന്ന് പറയുന്ന വ്യാജ പ്രചാരണത്തിന് ഒരു അടിസ്ഥാനവുമില്ല. പല പല സാമ്രാജ്യങ്ങൾ പല കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ. അതില് ഏറ്റവും വലുതായിരുന്നു മൗര്യ സാമ്രാജ്യം. നമുക്കറിയാവുന്നതിൽ വച്ച് അതിനു മുമ്പും പല സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ചരിത്രം നമുക്ക് തന്നെ കൃത്യമായി അറിയാത്തത് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോ പിൽക്കാലത്ത് നമുക്കറിയാമല്ലോ, മുഗൾ സാമ്രാജ്യം ഉൾപ്പെടെ ഡൽഹി സുൽത്താനേറ്റ് ഉൾപ്പെടെ വളരെ വികാസം പ്രാപിച്ച ഒരു ചരിത്രമൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ഇന്ത്യ എന്തായാലും ബ്രിട്ടീഷുകാരല്ല ഉണ്ടാക്കിയത്, ഇന്ത്യ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ത്യയെ കണ്ടുപിടിച്ചതും ബ്രിട്ടീഷുകാരല്ല. ഇന്ത്യ എന്ന് പറയുന്ന ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ശംഭാലയ്ക്ക് തുല്യമായ സമ്പന്ന രാജ്യം തേടി നടന്ന ഒരു ചരിത്രം ബ്രിട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അപരിഷ്കൃതരാണ്. ഇവിടെ വിദ്യാഭ്യാസം കൊണ്ടുവന്നത് മറ്റേ ബ്രിട്ടീഷുകാരാണ്, ഇവിടെ ഈ രാജ്യത്തെ ഉണ്ടാക്കിയത് അവരാണെന്നൊക്കെ പറയുന്നത് ഒരു അജണ്ടയുടെ ഭാഗമാണ്. ഇപ്പോ ഇവർ ഈ പറഞ്ഞ ഓസ്ട്രിയക്കാരനായിട്ടുള്ള വർണ്ണവെറിയനായിട്ടുള്ള മനുഷ്യൻ ശ്രമിക്കുന്ന എന്തിനാണ്? ഈ ഇന്ത്യയെ പഴയ രൂപത്തിലേക്ക് മാറ്റണം. അതായത് ബ്രിട്ടീഷുകാർ വരുമ്പോഴുള്ള പല പല കഷ്ണങ്ങൾ നാട്ടുരാജ്യങ്ങളായിട്ട് ഇന്ത്യയെ ഡിസ്മാൻഡിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. സോ ഇവരുടെയൊക്കെ അജണ്ട വ്യക്തമാണ്. നമ്മളെ തകർക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി ഒരു വലിയ വിഭാഗം യൂറോപ്യൻസിന്റെ വെസ്റ്റേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ വെള്ളക്കാരനായിട്ടുള്ള മനുഷ്യന്മാരുടെ അജണ്ട. അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല നമ്മൾ അവരെ പിന്നിലാക്കി സകല മേഖലയിലും
വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എവിടെയും ഒരു സ്പേസ് ഇല്ല. ഓസ്ട്രിയ ആർക്കറിയാം ഏത് രാജ്യം പോവാൻ പറ. ആര് വില കൊടുക്കുന്നു അവർക്ക്? ഇന്ന് ബ്രിട്ടന് പോലും പുല്ലുവിലയാണ്. യുകെ എന്ന് പറയുന്ന രാജ്യത്തിന് ആരാണ് ഇന്ന് റെസ്പെക്ട് ചെയ്യുന്നത്? ഒരു വിലയുമില്ല. അമേരിക്കയുടെ നിഴലായിട്ട് നിൽക്കുന്ന, അമേരിക്കയുടെ പിന്നിൽ നിൽക്കുന്ന കുറേ എന്താ പറയാ അമേരിക്കൻ പ്രസിഡന്റിന് വീശിക്കൊടുക്കുന്ന കുറച്ച് പേര്. അങ്ങനെ നമ്മൾ യൂറോപ്യൻസിനെ ഇപ്പോൾ കാണുന്നുള്ളൂ. സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ല, നിലപാടില്ല, ഒന്നുമില്ല. അല്ലെങ്കിൽ യൂറോപ്പിന്റെ യുദ്ധത്തെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് അമേരിക്കയാണോ? പ്രസിഡന്റ് ട്രംപിന്റെ മുമ്പിൽ പോയി മുട്ടിൽ നിന്നതിന്റെ കാര്യം എന്താണ്? സ്വന്തമായിട്ടൊരു അഭിപ്രായം പോലും ഇല്ലാത്ത വിധത്തിൽ ഒരു കാലത്ത് ലോകം അടക്കി ഭരിച്ച യൂറോപ്യൻസ് അമേരിക്കയുടെ കീഴാളന്മാരായിട്ട് നിൽക്കുകയാണെന്ന്. അമേരിക്കയുടെ താഴെയാണ് അവര്. സോ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഫോറിൻ പോളിസി ഉണ്ട്, സ്വന്തമായൊരു ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്. ഇന്ത്യക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ട്. പുതിയ മൾട്ടിപോളാർ വേൾഡിൽ ഇന്ത്യക്ക് ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് പക്ഷേ യൂറോപ്പിനില്ല. അതിന്റെ സകല കുരുക്കളുമാണ് അവർ ഈ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ഇന്ത്യയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇന്ത്യയെ പല കഷ്ണങ്ങളായിട്ട് മുറിക്കുക. ഖാലിസ്ഥാനെ അവർ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഈ തമിഴ് ദ്രാവിഡവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. തമിഴും ദ്രാവിഡന്മാരും ഇന്ത്യയുടെ സ്വത്വബോധത്തിന് പുറത്താണെന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുന്നത്? അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് സ്റ്റാലിനെ പോലുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രം കിടക്കുന്ന ഒരു പ്രദേശമാണ് തമിഴ്നാട്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഒരുപക്ഷെ കളിത്തൊട്ടിൽ എന്ന് വിളിക്കാവുന്ന ഒരു പ്രദേശമാണ് തമിഴ്നാട്. ആ തമിഴ്നാടിനെ ഇന്ത്യയുടേതല്ല, അവരുടെ ചരിത്രം വേറെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമൊക്കെ അതിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് അങ്ങ് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെയാണ്. അത് അത് നടപ്പിലാക്കുന്ന ചില കരുക്കൾ മാത്രമാണ് നമ്മൾ ഇവിടെ പ്രത്യക്ഷത്തിൽ കാണുന്ന പല മുഖങ്ങളും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.